വയനാട് പച്ചിലക്കാട് സ്വദേശി അർഷിദും 3 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ കൊടും ക്രൂരത കാണിച്ചത്. കൂടൽക്കടവിലെ തടയണയിൽ കുളിക്കാനെത്തിയതായിരുന്നു ഇവരും മറ്റൊരു സംഘവും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടതിനാണ് മാദനെ ഇത്തരത്തിൽ വലിച്ചിഴച്ചത്. ഇവര് അവിടുന്ന് കയറി വന്ന് ഇവരുടെ പുറകിൽ ഉള്ള വണ്ടിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊടുത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർ ചോദിച്ചു. ആ ചോദിക്കാൻ പോയതിൻ്റെ പേരിലാണ് അവൻ ആ സംഭവം നടന്നത്. 1/2 കിലോമീറ്റർ ദൂരത്തോളം അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. ഗുരുതരമായി പരിക്കേറ്റ മാദൻ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിച്ചുകൊണ്ട് പോയപ്പോൾ ഇവിടുത്തെ തൊലിയെല്ലാം കൂടി പോയി, കാലിൻ്റെ ഉപ്പത്തി രണ്ടും ഇല്ല, അതെല്ലാം കൂടി മുറിച്ച് കളഞ്ഞു. പിന്നെ ഡോറിൻ്റെ കൂടി കൈയും പോയി. പ്രതികൾ സഞ്ചരിച്ച ചുവന്ന മാരുതി സെലേറിയോ കാർ അർഷിദിന്റെ പച്ചിലക്കാട്ടെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ അർഷിദും അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരെന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളത്. അർഷിദിൻ്റെ പേരും അഡ്രസ്സാക്കി കിട്ടി. കണിയാമ്പാറ്റ സ്വദേശിയാണ്, പച്ചിലക്കാട്. ഇനിയുള്ള 3 പേരെ കൂടെ കണ്ടുപിടിക്കുന്നത് അയാൾക്കേ അറിയാൻ പറ്റുള്ളൂ. അർഷിദിന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.